പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ കാട്ടാന കിണറ്റിൽ വീണു. തണ്ണിത്തോട് മേക്കണ്ണത്തെ പറമ്പിലെ കിണറ്റിലാണ് വീണത്. കാട്ടാന രാത്രിയിലാണ് വീണതെന്നാണ് കരുതുന്നത്. പ്രസാദ് MG ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും ഈ കിണറ്റിൽ വീണ കാട്ടാനെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഇന്നലെ പുലർച്ചയോടു കൂടിയാണ് ഈ കാട്ടാന കുട്ടിയാന ഈ തണ്ണിത്തോട് സ്വദേശി ഗോപാലകൃഷ്ണൻ ആചാര്യയുടെ ഉപയോഗശൂന്യമായ കിണറ്റിലെ ഈ കുട്ടിയാന 2 വയസ്സുള്ള കുട്ടിയാന വീണത്. അപ്പം ഈ ആനയുടെ ഈ കരച്ചിൽ കേട്ടാണ് നാട്ടുകാരും എല്ലാം ഓടിക്കൂടിയതിനു ശേഷമാണ് ഈ കിണറ്റിൽ നോക്കിയതിനു ശേഷമാണ് കാട്ടാന ഈ കുട്ടിയാന ഇതിനകത്ത് വീണെന്നുള്ളത് ബോധ്യമായത്. ഉടൻ തന്നെ നാട്ടുകാരെ വനപാലകരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇത് ഈ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയാണ്. അതായത് ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യമുള്ള ഏരിയ ഈ കോന്നി, തണ്ണിത്തോട്, റാന്നിയുടെ ഭാഗങ്ങളായിട്ടുള്ള റാന്നിയും കോന്നിയും 2 മണ്ഡലങ്ങളുടെയൊക്കെ അതിർത്തികൾ പങ്കിടുന്ന ഏകദേശം ഈ പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള 2 പ്രദേശമാണ് കോന്നിയും റാന്നിയും. ഈ മേഖലയിലൊക്കെ സ്ഥിരമായി കാട്ടാന ശല്യമൊക്കെ നമ്മൾ പല ഭാഗങ്ങളായിട്ട് വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കടുവായുടെ സാന്നിധ്യമുണ്ട്, പുള്ളിപ്പുലിയുടെ സാന്നിധ്യമുണ്ട്, അങ്ങനെ വന്യമൃഗങ്ങളുടെ ഒക്കെ സാന്നിധ്യമുണ്ട്. പക്ഷെങ്കിൽ അപൂർവമായിട്ടാണ് ഈ കാട്ടാനയും മറ്റുമൊക്കെ ഉള്ളത് ഈ കിണറ്റിൽ വീഴുന്ന ഒരു ഇത്. സാധാരണ ഇത് ജനവാസ മേഖലയിലേക്കാണ് ഈ കാട്ടാനക്കൂട്ടങ്ങൾ കൂട്ടമായി എത്തുന്നത്. അപൂർവമായിട്ടാണ് ഈ കിണറ്റിൽ വീഴുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ റാന്നി വടശ്ശേരിക്കരയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം റോഡിലെത്തി മണിക്കൂറുകളോളം നിന്ന് ഭീതി പരത്തി അവസാനം വനപാലകർ വെടിവെച്ചൊക്കെ തിരിച്ചാണ് ഈ റാന്നിയിൽ നിന്നും ഈ കാട്ടാനക്കൂട്ടം കാട്ടിലേക്ക് പോയത്. പിന്നെ ഈ കോന്നിയുടെ ഈ ഭാഗത്ത് കല്ലാറിൽ സ്ഥിരം ഈ കല്ലാറ്റിൽ കൂടി ആറ് നീന്തിക്കഴിഞ്ഞ് വടശ്ശേരിക്കര തണ്ണിത്തോട് ഇപ്പോൾ ഈ കുട്ടിയാന വീണ മേഖലയിലേക്കൊക്കെ ഈ കാട്ടാനക്കൂട്ടം ഒക്കെ ഇറങ്ങി വരാറുണ്ട്. വനപാലകരും നാട്ടുകാരും ഒക്കെ പടക്കം പൊട്ടിച്ചുമൊക്കെ ഇതിനെ കാട്ടിലേക്ക് അയച്ചുവിടുകയും ഒക്കെ നിരന്തരമായിട്ടുള്ള സമരങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഈ കുട്ടിയാനയെ വനപാലകരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കോന്നിയിലോ അല്ലെങ്കിൽ അടൂരോ അല്ലെങ്കിൽ പത്തനംതിട്ട ഏകദേശം ഒരു 75-100 കിലോമീറ്റർ ദൂരത്തു നിന്നുള്ള JCBയും മറ്റ് ഫയർഫോഴ്സിന്റെ ഒക്കെ സഹായത്തോടെ ഇത്രയും ഏകദേശം ഒരു 10 കൂടി കുട്ടിയാനയെ എടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നല്ല താഴ്ചയുള്ള ഈ കിണറായതിനാൽ ഈ കിണറിന്റെ ഒരു ഭാഗം JCB കൊണ്ട് മണ്ണ് മാറ്റി കുട്ടിയാനെ കരക്കേൽപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. കാർത്തു. ശരി, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.